ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. ചെറിയ ഇരയിട്ട് വലിയ മീനിനെ പിടിക്കുക ലക്ഷ്യമെന്ന ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ വീണ്ടും ഹൈക്കോടതി രംഗത്ത് എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. മുജിതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജിതബ, രൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്നും SITക്കെതിരെ ഉണ്ടായിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. എന്താണ് കോടതിയിൽ ഉയർന്ന വിമർശനം? മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരുടെ ജാമ്യ ഹർജികൾ സിംഗിൾ ബെഞ്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പത്മകുമാറിന്റെ ജാമ്യ ഹർജിയുണ്ട്, ഒപ്പം തന്നെ ഈ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിയുടെ കൂടി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുനി 3 ഹർജികളാണ്, അവരുടെ ജാമ്യാപേക്ഷകളാണ് കോടതി വാദം കേട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഗോവർദ്ധൻ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു. ശബരിമലക്കായി 1,40,00,000 രൂപ ചെലവാക്കി കഴിഞ്ഞ 25 ദിവസമായി ജയിലിലാണ്. മാത്രമല്ല ഇപ്പോഴുള്ള ശ്രീകോവിൽ വാതിൽ, കട്ടിളപ്പാളി ഇവയെല്ലാം താൻ നിർമ്മിച്ചു നൽകിയതാണ്. ശബരിമല അയ്യപ്പന്റെ വലിയ ഭക്തനാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതിയിൽ പ്രധാനമായി നിരത്തിയത്. ഈ ഉച്ചയ്ക്ക് ശേഷം ആ വാദങ്ങൾ തുടരുകയായിരുന്നു. അപ്പോഴാണ് കോടതി 2 പ്രധാനപ്പെട്ട പോയിന്റുകളിൽ കടുത്ത വിമർശനം ഉന്നയിക്കുന്നത്. ഒന്ന്, നേരത്തെ തന്നെ ചില ജാമ്യാപേക്ഷകളിൽ അന്വേഷണം ചില ഘട്ടങ്ങളിൽ മന്ദഗതിയിലാണ് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സമാന രീതിയിൽ ഇപ്പോഴും SITയെ ചോദ്യമുനയിൽ നിർത്തിക്കൊണ്ട് ഹൈക്കോടതി ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. പ്രത്യേകിച്ച് KP ശങ്കരദാസിനെ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരാമർശം നീക്കണമെന്ന് ആവശ്യപ്പെട്ട് ശങ്കരദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ സുപ്രീം കോടതി വരെ പോയിരുന്നു. പക്ഷേ അവിടെ നിന്നും തിരിച്ചടിയുണ്ട്. ഇപ്പോഴും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിക്കുകയാണ്, KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട നാൾ മുതൽ ഈ ശങ്കരദാസ് ആശുപത്രിയിലാണ്. എന്തുകൊണ്ടാണ് ഇതുവരെ കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ മറ്റ് നടപടികളിലേക്ക് പോകുകയോ ചെയ്യാത്തത്? സമാന രീതിയിൽ ബോർഡ് അംഗങ്ങളായ പല ആളുകളെയും പിടികൂടിയിട്ടുണ്ട്. എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമില്ലേ? ഈ ശങ്കരദാസിന്റെ മകൻ SP ആണ് എന്നതുകൊണ്ടാണോ അറസ്റ്റ് വൈകുന്നത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട്. മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിന് ഉൾപ്പെടെ കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്നാണ് നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ചില ചോദ്യങ്ങൾ കൂടി കോടതി ചോദിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ആ ചോദ്യമുന ഉയർത്തുകയാണ് ഹൈക്കോടതി. പ്രത്യേകിച്ച് കുറേയധികം സ്പോൺസർമാരെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഇരകളിട്ട് വലിയ വലിയ മീനുകൾ പിടിക്കുകയാണോ ലക്ഷ്യം എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. മാത്രമല്ല പത്മകുമാറിന്റെ കാര്യത്തിലും കോടതി കൃത്യമായി തന്നെ ജാമ്യം വേണമെന്ന് പറയുമ്പോൾ കോടതി പറയുകയാണ്, പത്മകുമാർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാളാണ്. മെറിറ്റുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം എന്താണോ തന്റെ മുന്നിൽ SIT ബോധിപ്പിച്ച കാര്യം, അതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം, ഇത് രണ്ടും താരതമ്യം ചെയ്ത് അതിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ജാമ്യം ഉണ്ടാവുക എന്ന് കോടതി പറയുന്നുണ്ട്. ഏതായാലും 3 പ്രതികളുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുന്നു. ഓർക്കണം, നേരത്തെ തന്നെ സമാന വിമർശനം സിംഗിൾ ബെഞ്ച് ഉയർത്തിയിരുന്നു. അന്നും ഇത്തരം ചോദ്യങ്ങൾ SITയെ ചോദ്യമുനയിൽ നിർത്തിക്കൊണ്ട് കോടതി ചോദിച്ചിരുന്നു. ഇന്നും കോടതി ചോദിക്കുന്നുണ്ട് എത്ര നാൾക്കകം കുറ്റപത്രം നൽകും എന്ന കാര്യം. എന്തായാലും 10 ദിവസത്തിന്റെ കാര്യമാണ് SIT പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആഫ്റ്റർ 9 ഡേയ്സ് എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ആഫ്റ്റർ 9 ഡേയ്സ് എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. SIT അതിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. എന്തായാലും 10 ദിവസത്തിനകം കുറ്റപത്രം നൽകുമെന്നാണോ SIT ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമല്ല. പക്ഷെ അത് ഉത്തരവ് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. പക്ഷെ നിലവിൽ SITയെ ചോദ്യമുനയിൽ നിർത്തുകയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. SITക്കെതിരെ അത് രൂക്ഷമായ വിമർശനവും ചോദ്യമുനയും ഉയർത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ടാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് കോടതി ചോദിക്കുന്നത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദിവസം മുതൽ പ്രതി ആശുപത്രിയിലാണ്. പ്രതിയുടെ മകൻ പോലീസിൽ ഉന്നത പദവിയിലിരിക്കുന്ന ആൾ, അതായത് SP ആയതുകൊണ്ടാണോ അറസ്റ്റ് വൈകുന്നത് എന്നാണ് കോടതിയുടെ ചോദ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. 3 പ്രതികളുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട വാദം നടക്കുമ്പോഴാണ് കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. 3 പ്രതികളുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിട്ടുണ്ട് എന്നും ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടതുണ്ട്. ചെറിയ ഇരയിട്ട് വലിയ മീനെ പിടിക്കുക ലക്ഷ്യമെന്നാണ് ഹൈക്കോടതി കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ വീണ്ടും ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. മുജിതബ തുടരുന്നുണ്ട്. മുജിതബ, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ കോടതിയിൽ നിന്ന് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ 3 ജാമ്യാപേക്ഷകളും വിധി പറയാൻ മാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ ജയശ്രീയുടെ ഉൾപ്പെടെ വിജയകുമാറിന്റെ ഉൾപ്പെടെയുള്ള ജാമ്യാപേക്ഷകൾ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ വന്നിരുന്നു. അന്നൊന്നും വരാത്ത പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ
ഈ നാഗ ഗോവർദ്ധൻ അദ്ദേഹമാണ് സ്വർണ്ണ വ്യാപാരി. ഈ സ്വർണം ശബരിമലയ്ക്ക് ഇത്ര സ്വർണം താൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ സ്വർണം കൊടുത്താൽ തന്നെ മോഷ്ടാവ് എന്ന് വിളിക്കുന്നതിനകത്ത് തന്നെ ചില പ്രശ്നങ്ങളുണ്ട് എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ്. നേരത്തെ തന്നെ നാഗ ഗോവർദ്ധന്റെ കാര്യത്തിലും പത്മകുമാറിന്റെ കാര്യത്തിലും SIT കൃത്യമായ വിയോജനക്കുറിപ്പ്, അതായത് SITയോട് വിശദീകരണം ചോദിക്കുമ്പോൾ അവരുടെ എതിർപ്പ് ഈ ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയതാണ്. ഇന്നിപ്പോ പുതിയ ഒരു ജാമ്യാപേക്ഷ കൂടി കോടതിയുടെ മുന്നിലുണ്ട്. അതായത് നേരത്തെ തന്നെ ഫയൽ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഒരുമിച്ച് 3 ജാമ്യാപേക്ഷകൾ കേൾക്കാമെന്ന് പറഞ്ഞത്. മുരാരി ബാബുവിന്റെ 2 ജാമ്യാപേക്ഷകൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. SIT അതിനെയും എതിർത്തിട്ടുണ്ട്. കോടതിയിൽ SITയുടെ ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് കൃത്യമായി തന്നെ ആസൂത്രണത്തോടുകൂടി നടത്തിയ ഒരു സ്വർണ്ണക്കൊള്ള, അതിനകത്ത് പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് SIT കോടതിയെ അറിയിച്ചത്. അപ്പോഴാണ് കോടതി ചോദിച്ചത് അന്വേഷണം ഏത് ഘട്ടത്തിലാണ്, എവിടെ വരേക്ക് എത്തി, ആരൊക്കെ അറസ്റ്റ് ചെയ്തു എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ശങ്കരദാസിന്റെ കാര്യം. അത് നേരത്തെ തന്നെ ജയശ്രീയുടെയും വിജയകുമാറിന്റെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അന്ന് കോടതി ചോദിച്ച സമാന ചോദ്യമാണ്. അതുകൊണ്ടാണ് കോടതി ഇപ്പോഴും ആവർത്തിക്കുന്നത്. അതിൽ നിന്ന് ഒരാളുടെ അറസ്റ്റ് നടത്തിയെങ്കിൽ തൊട്ടടുത്ത അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്തുകൊണ്ട് എന്നാണ് കോടതി ആവർത്തിച്ചു ചോദിക്കുന്നത്. ഒരു ബോർഡിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആ തീരുമാനമെടുക്കുകയും മഹസറിൽ ഒപ്പുവെക്കുകയും ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് ഒരു തീരുമാനപ്രകാരം എല്ലാവരും കൂടി ചേർന്ന കൂട്ടുത്തരവാദിത്തമുള്ള ഒരു കാര്യത്തിൽ ചില ആളുകളെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു, മറ്റു ചില ആളുകളെ അറസ്റ്റ് ചെയ്യാതെ അതിങ്ങനെ കാത്തു നിൽക്കുന്നു. അതെന്തുകൊണ്ടാണെന്നാണ് കോടതി ആവർത്തിച്ചു ചോദിക്കുന്നത്.